Yes, good morning, Paulson. Good morning, Sudhi. Good morning, Vinsha, Afla, Sharanya, Tasniya, Amrita, Remisha. Okay, Nurshila, Danya, Ishida, Shafna, Libya, Anchana, Chippy, Rebina, Jenny sister, Priya, Ashley. Okay, everybody, good morning. Okay, Viji. Okay, Vinny. Yes, Adira Krishna, good morning. Okay, Grishma. Yes, let us start. Arabichello. Let us start. Okay. Oh, okay, Sirani. Okay. Yes. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ഒരു ടെൻസിന്റെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞത്. നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം. ഇത്രയും കാര്യങ്ങൾ വരുമ്പോഴാണ് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ അതിൽ സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസുമാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ അതിനെ സൂചിപ്പിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്നുള്ളതാണ്. യെസ്. അപ്പൊ നമ്മളത് ഡിസ്കസ് ചെയ്തു. സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറയുന്ന ടെൻസിൽ പറയുമ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കണം അത് പതിവായിട്ട് ചെയ്യുന്ന കാര്യമാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഹാബിച്വൽ ആക്ഷൻ ആണ് നമ്മൾ മനസ്സിലാക്കണം. ആ കാര്യവും നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഐ ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock in the morning. ഐ ബ്രഷ് മൈ ടീത്ത്. അങ്ങനെ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് ഇപ്പൊ നമുക്ക് പറയാം ഐ ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock in the morning. ഞാൻ രാവിലെ 6 മണിക്ക് എഴുന്നേക്കാറുണ്ട്. സിമ്പിൾ പ്രസന്റ് ആണ്. എങ്ങനെ മനസ്സിലായി? ഐ സബ്ജക്റ്റ് ആണ്. ഗെറ്റ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബാണ്. അപ്പൊ സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസും വന്നതുകൊണ്ട് നമുക്കിത് പറയാം ഇത് സിമ്പിൾ പ്രസന്റ് എന്ന് പറയാം. ഇത് ഓക്കെ ശ്രുതി കറക്റ്റ് ആണ്. വെർബ് നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇത് ഒരു പോസിറ്റീവ് ടൈപ്പ് സെന്റൻസ് ആണ്. അതായത് വരാറുണ്ട്, എടുക്കാറുണ്ട്, ചാടാറുണ്ട്, പാടാറുണ്ട്, പഠിപ്പിക്കാറുണ്ട്. ഓക്കെ, ഇതൊരു പോസിറ്റീവ് ആണ്. നമുക്ക് ഇതിനെതിരെ നെഗറ്റീവ് ചിന്തിക്കുക. നെഗറ്റീവ് അതായത് നമ്മൾ രാവിലെ 6 മണിക്ക് എഴുന്നേക്കാറുണ്ട് എന്ന് പറയുന്നത് പോലെ നമുക്ക് പറയാം രാവിലെ 5 മണിക്ക് എഴുന്നേക്കാറില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യാതിരിക്കുന്ന കുറെ കാര്യങ്ങൾ, നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ, അത് നമുക്ക് എങ്ങനെ സിമ്പിൾ പ്രസന്റ് പറയാവുന്നതാണ് നമ്മൾ ഇന്ന് ആദ്യം നമുക്ക് നോക്കുന്നത്. ഐ ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ 6 മണിക്ക് എഴുന്നേക്കാറുണ്ട്. പക്ഷെ ഞാൻ 6 മണിക്ക് എഴുന്നേക്കാറില്ല എങ്കിൽ ഐ ഡു നോട്ട് ഡു പ്ലസ് നോട്ട്. നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷിലോട്ട് വരുമ്പോൾ നമുക്ക് ഡോട്ട് എന്ന് പറയാം. അത് നമുക്കിപ്പോ ഞാൻ ഡു നോട്ട് വെച്ച് പറയാം. ഐ ഡു നോട്ട് ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock. ഞാൻ 6 മണിക്ക് എഴുന്നേക്കാറില്ല. ഐ ഡു നോട്ട് ഡ്രിങ്ക് ടീ. ഞാൻ ചായ കുടിക്കാറില്ല. ഐ ഡു നോട്ട് വാച്ച് ടി വി. ഞാൻ ടി വി കാണാറില്ല. ഐ ഡു നോട്ട് യൂസ് മൊബൈൽ ഫോൺ. ഞാൻ മൊബൈൽ ഫോൺ ഉപയോഗിക്കാറില്ല. അല്ല, അങ്ങനെ നിങ്ങൾ ചെയ്യാത്ത ഒരു 5 ഐറ്റം നിങ്ങൾ ഓരോരുത്തരും നോക്കി വെക്കാം. നിങ്ങൾ ചെയ്യാത്ത 5 ഐറ്റം. നൂർഷ അത് കറക്റ്റ് ആണ്. പക്ഷെ ING കളയണം. ING പാടില്ല. ഐ ഡു നോട്ട് റീഡ് ന്യൂസ് പേപ്പർ. നമുക്ക് പറയാം ING പാടില്ല. ING നമുക്ക് ഇനി പറയാവുന്നതിലോട്ടേ വരുള്ളൂ. സിമ്പിൾ പ്രസന്റില് സബ്ജക്റ്റ് എഴുതുന്നു, പിന്നെ വെർബ് എഴുതുന്നു, ആ വെർബിന്റെ പ്രസന്റൻസ് ഉപയോഗിച്ച് സിമ്പിൾ പ്രസന്റ്. അതിന്റെ ഞാൻ നെഗറ്റീവ് വാചകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ വെർബിന് തൊട്ട് മുമ്പ് ഒരു ഡു നോട്ട് കേൾക്കാം. അപ്പൊ എന്തായി? ഐ ഡു നോട്ട് ഡ്രിങ്ക് ടീ. ഐ ഡു നോട്ട് റീഡ് ന്യൂസ് പേപ്പർ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നിമ്മി ജോസ്.
എന്നാ പോട്ടെ. റമീഷ. റമീഷ. ഓക്കെ. നിമ്മി വന്നല്ലേ? നിമ്മി, ഞാൻ വിചാരിച്ചു കൊച്ചവിടെ ബഹുണ്ടാക്കിയായിരിക്കും കേട്ടോ. ഓക്കെ നിമ്മി, യെസ് പറയൂ. ഒരു 5 കാര്യങ്ങൾ നിമ്മി ചെയ്യാത്തൊരു 5 കാര്യങ്ങളെന്ന് പറഞ്ഞു. ജീവിതത്തിൽ നിമ്മി ചെയ്യാത്ത 5 കാര്യങ്ങൾ. വല്ലപ്പോഴൊക്കെ ചെയ്തിട്ടുണ്ടാവും വിചാരിച്ചാൽ പോട്ടെ, എങ്കിലും പൊതുവെ ചെയ്യാത്തൊരു 5 കാര്യങ്ങൾ. ഐ ഡു നോട്ട് യൂസ് എന്ന് പറഞ്ഞു. യെസ്. ഓക്കെ. സോറി. സോറി കേട്ടാ, അതാണ് പറഞ്ഞു. എനിക്കറിയാമായിരുന്നു നിമ്മി വിളിച്ചു കഴിഞ്ഞാൽ കറക്റ്റാണ് പറയുന്നത്. എന്നോട് ശബ്ദം ചേർത്തിട്ടില്ല. ഓക്കെ. അപ്പൊ മൈക്രോഫോൺ അതെ ടീച്ചർ ഓക്കെ നിമ്മി കണ്ടി. I do not use hot water for bathing. Water, okay. I do not see TV serials. I do not watch TV serials. And I do not eat non-vegetarian food. Okay. Burger. I do not eat burger. Yes. I do not speak loudly. Yes. Okay. One more. I do not beat my children. Okay. I do not beat my child. Okay. Ready. Okay. Yes. അപ്പൊ നിങ്ങൾ ഓരോരുത്തർക്ക് ആലോചിക്കുക, നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യാതിരിക്കുന്ന ഒരു 5 ഐറ്റം നോക്കാം. 5 ഐറ്റം. അപ്പൊ അങ്ങനെ നോക്കി കഴിയുമ്പോൾ അതിൽ 5 ഐറ്റം കിട്ടും. അപ്പൊ നമുക്ക് ഡു നോട്ട് എന്ന് പറഞ്ഞ കൺസ്ട്രക്ഷൻ നമ്മൾ അങ്ങനെ പഠിക്കുകയാണ്. രമേശ പറഞ്ഞോളൂ. രമേശ. I do not reading books. Reading അല്ല, read എന്ന് പറയും. I do not read books. I do not use makeup items. വെരി ഗുഡ്. I do not use makeup items. ഈ കാലഘട്ടത്തിൽ മേക്കപ്പ് ഐറ്റംസ് ഉപയോഗിക്കാത്ത പെൺകുട്ടിയെ കണ്ടു കിട്ടാന്ന് പറഞ്ഞ വലിയ അപൂർവമാണ്. ഓക്കെ, വെരി ഗുഡ്. I do not eat fast food. Very good. I do not eat fast food. Very good. I do not reading book rarely. I do not read. Present tense word. I do not read. Yes. Okay. I do not get up at 3 o'clock. Okay. I do not get up at 3 o'clock. Very good. Okay, Remisha. ഞാൻ മേക്കപ്പ് ഉപയോഗിക്കാറില്ലാതെ രമേശ പറഞ്ഞപ്പോ ചിരിക്കുന്നത് മിക്കവാറും അരികത്തിരിക്കുന്ന ആൾ പറയുന്നുണ്ടാവും, ഉപയോഗിക്കാത്ത ഒരാള് അല്ലേ? ഓക്കെ, ശ്രുതി പറഞ്ഞോളൂ. ശ്രുതി. അല്ല സാർ, ഞാൻ യൂസ് ചെയ്യലില്ല. ഞാൻ വെറുതെ പറഞ്ഞാണ് രമേശ, അതുകൊണ്ട് പറയും. ശ്രുതി പറഞ്ഞോളൂ. ശ്രുതി. Sir, I do not watch horror movie. I do not watch horror movie. Okay. Yes. I do not use white rice. Yes, I do not use fried rice. Yes. I do not eat junk foods. Yes. I do not beat my daughter. Yes. I do not eat kada. Very good. Okay. സമീകൃത ആഹാരമാണ് അല്ലെ? വെരി ഗുഡ്. സുധി, വെരി ഗുഡ്. ഓക്കെ, ഞാൻ ആരുടെ പേര് പറയുന്നില്ല, നിങ്ങൾക്ക് ഇങ്ങോട്ട് പറയാം. അതെ, ഇങ്ങനെയായിരിക്കും നമുക്ക് വേണ്ടത്. സാറേ ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. നിങ്ങൾ അങ്ങനെ പറയാം. ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. നിങ്ങൾ ആരോട് ചോദിക്കും, ധൈര്യമായിട്ട് പറയാം. ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. ഓക്കെ, പറഞ്ഞോളൂ. പറഞ്ഞോളൂ. I do not read a book before bedtime. Yes, I do not read a book before bedtime. Okay.
I do not play with her doll. Yes. I do not cook delicious food. I do not cook delicious food. Yes. I do You cook I only do not healthy. I do not eat an apple every day. I do not eat an apple every day, but you want to keep the doctor nearby you. Okay. Next, പറഞ്ഞോളൂ. കഴിഞ്ഞോ? Okay, sir. Fine. Very good, very good, very good. Okay, okay. Variety ഉണ്ടായിരുന്നു കേട്ടോ തസ്നിയ. Variety ഉണ്ടായിരുന്നു. Okay, okay, okay. Yes. Sir. പറഞ്ഞോളൂ, പറഞ്ഞോളൂ. Sir, ജൂബി, പറഞ്ഞോളൂ. I do not like spicy food. Yes, I do not like spicy food. I do not speak French. I do not speak French. Okay. I do not feel like going out. Yes. I do not like coffee. I do not like coffee. Yes. I do not like TV serials. Okay. I do not like TV series. നമുക്ക് TV സീരിയലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വെക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാം. Okay, 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 okay. ഇനി പറഞ്ഞോളൂ. ധൈര്യമായിട്ട് നിങ്ങൾക്ക് പറയാം. ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. ഓക്കെ, നന്നായിട്ടുണ്ട്, നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഇനി ആരാണ് പറയുന്നത്? ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞ് ധൈര്യസമേതം പറയുന്നവരാണ്. ഞാൻ ആരുടെയും പേര് പറയുന്നത് ആദ്യത്തെ കുറച്ച് ദിവസം വേണ്ടി നമുക്ക് പേര് പറയാം, അത് ഞാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾക്കത് പറയാൻ പറ്റും എന്നുള്ളൊരു ലെവലിലോട്ട് എനിക്ക് നിങ്ങളെയും മനസ്സിലായി, നിങ്ങൾക്ക് എന്നെയും മനസ്സിലായി. ഇനിയിപ്പോ ഞാൻ പേര് പറയേണ്ട ആവശ്യമൊന്നുമില്ല, മനസ്സിലേക്ക് ചിന്തിക്കണ്ട. ആ ഓക്കെ, ചിപ്പി. ഞാൻ വെറുതെ ഇപ്പൊ ചിപ്പി രാജതിനകത്ത് കണ്ടപ്പോൾ പറയാന്ന് വിചാരിച്ചു. വെരി ഗുഡ്, വെരി ഗുഡ്. ചിപ്പി കഴിഞ്ഞിട്ട് Okay, so start ചെയ്തോട്ടെ. Okay, I do not like tea. Yes. I do not dance. I do not dance. I do not sleep before 12 in the night. Yes. I do not like to cook. Yes. Then I do not like to spend much time while eating. Yes. Okay, 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 okay. That is all. Okay, 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 okay. Very good, Chippy. Veena. Hello, sir. Continue, continue. Sir, I do not read newspaper. Yes. I do not walking at the morning. Walking, walk in the morning. I do not walk in the morning. Okay. In the morning. I do not eat non-veg and cold food. Okay, 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 okay. Yes. I do not bath after evening. Oh, very good, very good. Okay, okay, okay. Sir,ത്രേയുള്ളൂ. Very good, very good. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് കുളിക്കണം എന്നാണ് പറയുന്നത്. Yes. Okay, 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 okay. Very good, very good. Yes. ഇനി ആരാണ് പറയുന്നത്? ഞാൻ പറയട്ടെ സർ. ഓക്കെ, ഓക്കെ. ഇപ്പൊ അഫ്സല പറയുന്നു, അത് കഴിഞ്ഞതിന് ശേഷം നൂർഷീല. ഓക്കെ, ഓക്കെ, ഓക്കെ. യെസ്, പറഞ്ഞോളൂ അഫ്സല. അഫ്ല. We do not disrespect elders. Yes, yes, yes. I do not brush my teeth twice every day. Yes. I do not eat watermelon. Yes. I do not watch TV serial. Yes. അത്ര കിട്ടുള്ളൂ സാർ. ഓക്കെ, 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 ഓക്കെ. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, വെറൈറ്റി ഉണ്ടായിരുന്നു. ഓക്കെ, 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 ഓക്കെ. നൂർഷീല കഴിഞ്ഞിട്ട് നമുക്ക് ആഷിലോട്ട് വരാം കേട്ടോ. ഓക്കെ, 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 ഓക്കെ. യെസ്. Sir, I do not watch TV. Yes. I do not eat pizza. Yes. I do not read daily newspaper. Yes. I do not read book. Yes. I do not like coffee. I do not like coffee. Very good, very good. Okay, Nurshila. Very good, very good, very good. Ashley, പറഞ്ഞോളൂ. Ashley പറഞ്ഞോളൂ. Hello, sir. പറഞ്ഞോളൂ. I do not go outside from this class. Yes, very good. Yes. I do not make loud voice. Yes. Yes.
I do not make baking cake. Yes. I do not beat my child. Yes. I do not drink water before I take food. Yes. Okay. Very good. Okay. Very good. നല്ല ഫുഡ് ഹാബിറ്റ് ഒക്കെ. ഞാൻ പറയട്ടെ. ഓക്കെ വിഘ്നേഷ് പറഞ്ഞോളൂ വിഘ്നേഷ്. I do not play with my brother. I do not Play with my brother. Okay. Correct ആണ്. I do not eat spicy food. Okay. I do not go out for playing football. Yes. Okay. Vignesh, kind of. Okay, very good. Okay, Vignesh. Okay. ധന്യ പറഞ്ഞിട്ട് നമുക്ക് സിന്ധുവിലോട്ട് വരാം. ഓക്കെ, ധന്യ കഴിഞ്ഞിട്ട് സിന്ധു. ഓക്കെ, ധന്യ. Good morning, sir. Good morning. I do not drink hot water. Yes. I do not eating fish. അപ്പൊ IET കളഞ്ഞു. I do not eat മതി. ഒന്നിലും IET എടുക്കണ്ട. I do not eat fish. I do not eat fish. I do not Okay. bake cake. Yes. I do not like lipstick. Yes. അത്രേ ഉള്ളൂ സർ. വെരി ഗുഡ്. ഓക്കെ ധന്യ, വെരി ഗുഡ്. ഇനി ഒരാളോട് ഇപ്പൊ പറഞ്ഞത് ധന്യക്ക്. ഓക്കെ, സിന്ധു കഴിഞ്ഞിട്ട് പ്രിയ. ഓക്കെ. റെഡി. സിന്ധു പറഞ്ഞോളൂ. I do not eat junk food. ഓക്കെ. I do not write diary every day. യെസ്, വെരി ഗുഡ്. ആരും പറയാത്തൊരു പോയിന്റ് ആണ് പറഞ്ഞത്. ഓക്കെ, വെരി ഗുഡ്. I do not like egg items. I do not like egg items. Okay. I do not play with my cat. Yes. I do not do exercise every day. Okay, very good. Okay. Do not do exercise every day എന്നുള്ളത് വെരി ഗുഡ് അല്ല, മൊത്തം പറഞ്ഞത് വെരി ഗുഡ്. ഓക്കെ. വെരി ഗുഡ്. ഓക്കെ, സിന്ധു, പ്രിയ. സാർ ഒരു സംശയം ചോദിക്കട്ടെ സാർ? ഈ ഡു നോട്ട് എന്ന് പറയുന്നത് ഡോണ്ട് ലൈക്ക് എന്ന് പറയുന്നത് ഒരർത്ഥം വരുമോ? I don't like, ഇഷ്ടപ്പെടുന്നില്ല. ശരിയാണ്. നമ്മുടെ ഡു പ്ലസ് നോട്ട് പറയാറില്ല. ഹലോ, പറയട്ടെ. പറഞ്ഞു. I don't like walking. I don't like traveling. I don't watch TV. Yes. I don't like cook. I don't like cooking എന്നാണ്. കാരണം ലൈക്ക് എന്ന് പറഞ്ഞ സാധനം വെറുതെ അവിടെ വന്നിട്ടുണ്ട്, പിന്നെ വേണ്ടത് നൗണാണ്. Yes. I don't like fruits. I don't like fruits. Yes. വെരി ഗുഡ്. ഓക്കെ. ഇപ്പോ പ്രിയ പറഞ്ഞൊരു വേറെ ഒരു വ്യത്യസ്തത ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞു ING ചേർക്കരുത്, പക്ഷെ പ്രിയെ പറഞ്ഞതിന് ING ചേർക്കേണ്ടി വരും. കാരണം ലൈക്ക് വെച്ചാൽ എല്ലാവരും പറഞ്ഞ I don't like പ്രസന്റേഷൻ എന്ന് പറയുമ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്. I don't like reading, I don't like jumping, I don't like cooking, അങ്ങനെ പറയാം. നേരെ വെച്ച് അവിടെ ലൈക്ക് അവിടെ ഇല്ല എങ്കിൽ ING ചേർക്കരുത്. ലൈക്ക് ഉള്ളത് കൊണ്ടാണ് ING ചേർക്കാൻ പറഞ്ഞത്. ഓക്കെ. യെസ്. ഇനി ആരാണ് പറയുന്നത്? പറഞ്ഞോളൂ. ആദ്യം നിഷിത പറയുന്നത്, അത് കഴിഞ്ഞ ശേഷം നിഷിലേക്ക് വരാം. ഹലോ സാർ. പറഞ്ഞോളൂ സാർ. ഗുഡ് മോർണിംഗ്. യെസ്, ഗുഡ് മോർണിംഗ്. പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. കണ്ടിന്യൂ. I don't play football. ഇനി പറയുന്നത് ശരിയുണ്ടോന്ന് അറിയില്ല. I don't like use for wearing body exposed dress. I don't like, അത് കറക്റ്റ് ആണ്. മറ്റൊന്ന് പറഞ്ഞേ. Used for wearing body exposed dress. അപ്പൊ യൂസ് എന്നുള്ളത് യൂസിങ് ആണ്. I don't like, അപ്പൊ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല.
യൂസിങ് ഡ്രസ് വെയറിംഗ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ എക്സ്പോസിംഗ് ബോഡി ഔട്ട്സൈഡ്. ഓക്കെ ഓക്കെ ഓക്കെ. സാർ ആ വേർഡ് ഒന്നുകൂടി പറഞ്ഞു തരുമോ? കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ ആ ലൈക്ക് കഴിഞ്ഞിട്ട് ഒരു ing എടുക്കുക. ഐ ഡോണ്ട് ലൈക്ക് യൂസിങ് ഫോർ വെയർ ബോഡി ഐ ഡോണ്ട് ലൈക്ക് യൂസിങ് ഡ്രസ്സസ്. അപ്പൊ ഡ്രസ്സ് ധരിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എങ്ങനെയുള്ള ഡ്രസ്സ്? അപ്പൊ എങ്ങനെ മാനർ ഒന്നുകൂടെ exposing body outside. Exposing body. Yes. Okay, sir. I don't like eat fruits. I don't like eating fruit. Eating fruits. I don't like sleep afternoon. I don't like cats. Yes. Okay, sir. Yes. Okay. Very good. Yes. Thank you. Nishita കഴിഞ്ഞ പിന്നെ ആളെ പേര് പറഞ്ഞത് വിനീഷ പറഞ്ഞോളൂ. വിനീഷ. I don't swimming. Yes. I don't swim. Swimming ആണ് ഉദ്ദേശിച്ചത്. Yes. അപ്പൊ ലൈക്ക് ചേർക്കുകയാണെങ്കിൽ നമുക്ക് സ്വിമ്മിങ് എന്ന് പറയാം. ലൈക്ക് ഇല്ലെങ്കിൽ ഐ ഡോണ്ട് സ്വിം, ഞാൻ നീന്താറില്ല. ഓക്കെ. I don't like dirty place. Yes. And I don't cooking non-veg. Yeah. I don't like cooking non-veg. Yes. And I don't sing a song. I don't sing song. Yes. I don't shout at young person. Okay. I don't shout. Okay. I don't beat my children. Yes. I don't beat my children. Okay, Vinisha, correct. Very good. Okay. ഇനി ആർക്കെങ്കിലും? ഓക്കെ. ആദ്യം പറഞ്ഞതിന് ശേഷം ബിനി അലക്സിനോട് വരും. ഓക്കെ, ആദ്യം പറഞ്ഞോളൂ. ഓക്കെ, പറഞ്ഞോളൂ. അതിന് I do not climb trees. Yes. I do not eat mutton. Yes. I do not dance. Yes. I do not use mehendi in my hand. Yes. I do not like high heel chappal. Very good. Okay, Adina Krishna. Very good. ഇനി പറഞ്ഞോളൂ ബിനി അലക്സ്. Good morning, sir. Yes. Hello. പറയട്ടെ സാറേ. Continue. I do not like pets. Yes. I do not like to sleep early. Yes. I do not like crabs. Yes. I do not like to wear modern dresses. Yes. I do not read newspaper and books. Okay. Very good. Okay. Very good. ഡൗട്ട് ചോദിക്കട്ടെ? പറഞ്ഞോളൂ. ഒരു കുട്ടി ഇപ്പൊ പറഞ്ഞില്ലേ മുതിർന്നവരോട് ഷൗട്ട് ചെയ്യാറില്ല എന്ന് പറഞ്ഞില്ലേ, അത് ഷൗട്ട് എന്ന് മാത്രമുള്ള അത് ഷൗട്ടഡ് എന്ന്? Shout. I don't shout എന്നല്ലേ? I do not shout. Better I don't like shouting എന്ന് പറയാം. I don't like ഇത് ഇഷ്ടപ്പെടുന്നില്ല. Okay. Yes. അപ്പൊ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാല് ഓക്കെ വരുന്നു ബെൻഷീറ വരുന്നു. ഓക്കെ, മുമ്പത്തേതിൽ നിന്ന് നിങ്ങള് ഞാൻ പറയാം എന്നുള്ള അവസ്ഥയിലോട്ട് വന്നു. ഇത് ഈ തുടക്കം മുതൽ അറ്റം വരയ്ക്കാൻ നിർത്തിക്കൊണ്ട് പോകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് നിങ്ങൾക്ക് കൂടെ ചെയ്യും. ഓക്കെ. യെസ്, ഒക്കെ പറഞ്ഞോളൂ. ബെൻഷീറ പറഞ്ഞു. I don't like to travel for long trips. Yes. I don't like to eat jackfruit. Yes. I don't sleep before 12 o'clock. Yes. I don't like to drink Horlicks Boost. Yes. I don't like clutter my home. Yes. Okay, sir. Okay, ബിൻഷാന. ഓക്കെ. സൗണ്ട് ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഓക്കെ. വെരി ഗുഡ്. ഓക്കെ. ഇനി
ട്രാൻസ്പോർട്ടുകൾ സിസ്റ്റം പറഞ്ഞിട്ട് യെസ്. Sir, good morning. Very good morning. I do not watch the movie. Yes. I do not use hot water for bath. Yes. I do not eat meat. Yes. I do not like sweet things. Yes. I do not like artificial powder for cooking. Very good, very good, very good. Okay. Very good, very good. Yes. എന്താ പറയാ? പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. I do not worry about it. I don't forget good manners. I do not believe that. I do not speak to me. I do not want to go to the hospital. I do not want to go to hospital. അല്ലേ? Okay. Yes, correct. Yes. Okay. Okay, very good. Thank you, sir. ശരി. അപ്പൊ ഇനി നമ്മള് ഞാനത് ചെറിയതായിട്ട് മാറ്റി പിടിക്കുകയാണ്. അപ്പൊ ഇവിടെ നമ്മള് ഞാൻ വരാറുണ്ട് എന്നതിന് ഐക്കം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ വരാറില്ല എന്നാണെങ്കിൽ ഐ ഡു നോട്ട് കം എന്ന് പറഞ്ഞു. നമുക്കിത് ആരോടെങ്കിലും ഒരു ചോദ്യമായിട്ട് ചോദിക്കണമെന്ന് വിചാരിക്കും. ചോദ്യമായിട്ട് ചോദിക്കുന്നത്. അങ്ങനെ ഒരു ചോദ്യമായിട്ട് ചോദിക്കണം. സ്ഥിരമായിട്ട് നിങ്ങളത് ചെയ്യാറുണ്ടോ, നിങ്ങളത് പോകാറുണ്ടോ ചോദിക്കണമെങ്കിൽ നമുക്ക് ഈ ഡു എന്ന് പറയുന്ന സംഗതി എടുത്ത് ആദ്യം പറഞ്ഞാൽ കറക്റ്റ്. ഡു യു ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock? അല്ല, നിങ്ങൾ 6 മണിക്ക് എഴുന്നേക്കാറുണ്ടോ? സ്ഥിരമായിട്ട് നിങ്ങൾക്ക് ആ സ്വഭാവം. ഡു യു ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock? ഡു യു സീ മീ? നിങ്ങൾ എന്നെ കാണാറുണ്ടോ? ഡു യു റെസ്പെക്ട് മീ? നിങ്ങൾ എന്നെ ബഹുമാനിക്കാറുണ്ടോ? ഡു യു ലവ് മീ? നിങ്ങൾ എന്നെ സ്നേഹിക്കാറുണ്ടോ? ഡു യു ടീച്ച് മീ? നിങ്ങൾ എന്നെ പഠിപ്പിക്കാറുണ്ടോ? അല്ല, ഡു യു എന്ന് വെച്ചിട്ട് നമുക്ക് എന്ത് ചോദ്യം വേണമെങ്കിലും ചോദിക്കാം. ഡു യു. ഡു യു ഡ്രിങ്ക് കോഫി? നിങ്ങൾ ചായ കുടിക്കാറുണ്ടോ? നിങ്ങൾ ചായ കുടിക്കാറുണ്ടോ? ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ചോദിക്കാം, ഡു യു ലൈക്ക് ഓൺലൈൻ ക്ലാസ്? നിങ്ങൾ ഓൺലൈൻ ക്ലാസ് ഇഷ്ടപ്പെടാറുണ്ടോ? അപ്പൊ ഡു യു വെച്ചിട്ട് ഡു യു നമ്മൾ നേരത്തെ ഡു നോട്ടിൽ ആ നോട്ടങ്ങൾ കളഞ്ഞിട്ട് ഡു എന്നുള്ളത് ആദ്യം പറയുമ്പോൾ അത് എന്തായിട്ട് മാറുകയാണ്? ചോദ്യമായിട്ട് മാറും. അപ്പൊ ഡു യു നമുക്ക് എന്ത് കാര്യം വേണം ചോദിക്കാം. എന്തോ ചോദിക്കാം. ഒരാൾക്ക് നമ്മുടെ കൂടെ ഡു യു കം വിത്ത് മീ? നിങ്ങൾ എന്റെ കൂടെ വരുന്നുണ്ടോ? നിങ്ങൾ എന്റെ കൂടെ വരാറുണ്ടോ? ഡു യു കം വിത്ത് മീ? ഡു യു പ്ലേ വിത്ത് മീ? എന്റെ കൂടെ കളിക്കാൻ വരുന്നുണ്ടോ? ഡു യു പ്ലേ വിത്ത് മീ? അപ്പൊ ഡു യു വെച്ചിട്ട് പിന്നെ നമ്മൾ എന്ത് കാര്യമാണ് പറയണം വേർബോഡി ചേർത്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആക്കി നോക്കും. ഓക്കെ. അപ്പൊ ഞാൻ ഇതിനകത്ത് ആരെ വിളിക്കുന്നത്? ശ്രുതി. ഓക്കെ. അപ്പൊ ശ്രുതിയോടെ നിൽക്കണ്ട. ഓക്കെ. ചിപ്പി രാജൻ. ചിപ്പി. ഓക്കെ. അവിടെ ചിപ്പിയുടെ ഒരു യെസ്. അപ്പൊ നമുക്ക് ഓക്കെ. ശ്രുതിയോടെ നിൽക്കും. ഒരു മിനിറ്റ്. സിന്ധു മാത്യു. ജൂബി റെഡിയാണ് അല്ലേ? ജൂബി. ഓക്കെ. അവിടെ നിൽക്കട്ടോ. അപ്പൊ ശ്രുതി വഴിയിൽ വെച്ച് നമ്മുടെ ജൂബിയെ കണ്ടു. അപ്പോ യാദൃശ്യമായിട്ട് കണ്ടതാണ്. ഒരു ഡു യു വെച്ചിട്ട് 2-3 ചോദ്യങ്ങൾ ചോദിച്ചു. യാദൃശ്യമായിട്ട് ജൂബിയും വഴിയിൽ വെച്ച് കണ്ടു. ശ്രുതി ജൂബിയോട് ഡു യു വെച്ച് തുടങ്ങുന്ന 2 ചോദ്യം നമുക്കൊന്ന് ചോദിക്കും. Okay. Jubi, do you read newspaper? ഓക്കെ. അല്ല, കറക്റ്റ് ആണ്. ജൂബി ഡു യു റീഡ് ന്യൂസ് പേപ്പർ? അപ്പൊ ജൂബിക്ക് എന്ത് പറയാം? യേസ് എന്ന് പറയാം, നോ എന്ന് പറയാം. ഞാൻ പറയാം യേസ് എന്ന് പറയുകയാണെങ്കിൽ യേസ് ഐ റീഡ് ന്യൂസ് പേപ്പർ. നോ എന്നാണെങ്കിൽ നോ ഐ ഡു നോട്ട് റീഡ് ന്യൂസ് പേപ്പർ. 2 ആൻസർ ഇഷ്ടമുള്ള പറയാം. ന്യൂസ് പേപ്പർ. ഓക്കെ. ശ്രുതി അടുത്ത ചോദ്യം ചോദിക്കും. രസകരമായിട്ടുള്ള ചോദ്യം ചോദിക്കും. Do you like cooking? Do you like cooking? Yes, I like to cook.
Yes, I like cooking. Like, I do not like cooking. Okay. Yes, അടുത്ത. Juby, do you like interested in outdoor games? No, I don't like. Okay, അത് correct ആയിട്ട് പറഞ്ഞു. I do not like outdoor games. Okay, പറഞ്ഞോളൂ. One more. ചോദിച്ചോളൂ ശ്രുതി. Can I ask? ശ്രുതി. ഓക്കെ, അപ്പൊ ഇനി ഒരു കാര്യം ചെയ്തോളൂ. ശ്രുതി അവിടെ നിൽക്കട്ടെ. ശ്രുതിയോട് ജൂബി ചോദിക്കും. ഡൂയി വെച്ചിട്ട് 3 ചോദ്യം ചോദിച്ചേ. Do you know what time the movie starts? Yes, I know. Yes. The Do movie you know? started at 9 o'clock. Okay. Do you know where is the pharmacy nearest? Nearest pharmacy? Yes, I know the pharmacy nearest to our. അതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ഒരു സെന്റൻസ് കൂടി ആഡ് ചെയ്യാൻ പറ്റും. ഇത് പറഞ്ഞതിന് ശേഷം ജസ്റ്റ് ഗോ സ്ട്രേറ്റ്, then turn left, right, then go 100 meters. അങ്ങനെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഒരു സാധ്യതയാണ് ജൂബി ചോദിച്ചപ്പോ അതിനകത്തുണ്ട്. ഓക്കെ, വെരി ഗുഡ്. യെസ്, പറഞ്ഞോളൂ. ചോദിച്ചോളൂ ജൂബി, അടുത്ത ചോദ്യം ചോദിച്ചോളൂ. Do you know how to get to the airport? Yes, I know it. യെസ്, അതിനൊന്ന് വിശദീകരിച്ചു കൊടുത്തേ. ശ്രുതി, എയർപോർട്ടിലേക്കുള്ള വഴി ഒന്ന് പറഞ്ഞു കൊടുത്തേ. തെറ്റിക്കോട്ടെ, പറഞ്ഞു കൊടുക്കുക. First, go straight and take a taxi. Okay. Go straight and take a taxi. പണ്ടേ ഇത് സന്ദർഭോചിതമായിട്ട് പറയേ. പിന്നെ ടാക്സിക്കാരെ കൊണ്ടുപോകുള്ളൂ നമ്മള്, അല്ലേ? ഓക്കെ. ഈ പരീക്ഷാ പേപ്പറുകളിൽ ചില കുട്ടികൾ, ബിരുദന്മാരായ കുട്ടികൾ പരീക്ഷാ പേപ്പറിൽ കുറെ ചോദ്യത്തിനും ഉത്തരത്തിനും പുറമെ കയ്യിൽ നിന്ന് കുറച്ച് എഴുതി വെക്കും. ചിലപ്പോൾ എഴുതി വെക്കുന്നത് എങ്ങനെയായിരുന്നു? എൻ്റെ അച്ഛന് പഴയ SSLCയുടെ പരീക്ഷ പേപ്പറുകളിലുണ്ട്. എൻ്റെ അച്ഛന് 2 അറ്റാക്ക് കഴിഞ്ഞതാണ്. ഈ പ്രാവശ്യവും ഞാൻ SSLC പരീക്ഷ തോറ്റുമെന്ന് അച്ഛൻ അറിഞ്ഞാൽ തീർച്ചയായിട്ടും അച്ഛന് 3ാമത് അറ്റാക്ക് വരികയും അച്ഛൻ ഒരു പക്ഷേ മരണപ്പെടുകയും ചെയ്യും. അങ്ങനെ മരിച്ചാൽ എൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം സാറിനാണ്. അതുകൊണ്ട് ജയിക്കാനുള്ള മാർക്ക് തന്ന് എന്നെ ജയിപ്പിക്കണം എന്ന്. അപ്പൊ ഇങ്ങനെ പരീക്ഷാ പേപ്പർ നോക്കുന്ന പല അധ്യാപകരും ഇങ്ങനെയൊക്കെയുള്ള പല പല കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നിട്ട് ആ അനുഭവങ്ങളൊക്കെ വെച്ചിട്ട് ഒരിക്കല് ഒരു സപ്ലിമെന്റിൽ, മലയാള മനോരമ സപ്ലിമെന്റില് ഒരു ഫീച്ചർ വന്നു. അതിന്റെ ഹെഡിങ് ഇങ്ങനെയായിരുന്നു: അമീബ ഇര പിടിക്കുന്നത് എങ്ങനെ. അമീബ ഇര പിടിക്കുന്നത് ഇങ്ങനെ. ഇവിടെ ശ്രുതി ഗോ സ്ട്രേറ്റ് ആൻഡ് ടേക്ക് എ ടാക്സി, പിന്നെ അവർ കൊണ്ടുപോകുന്നുള്ള പറഞ്ഞപ്പോൾ ഞാൻ സന്ദർഭമായിട്ട് ഓർത്തത്. മൂന്ന് പക്ഷെ വായിച്ചിട്ടാണ് അമീബ ഇര പിടിക്കുന്നത് എങ്ങനെ. അപ്പൊ ചോദ്യം ഇതായിരുന്നു, SSLC പരീക്ഷയ്ക്ക് വന്ന ചോദ്യം: അമീബ ഇര പിടിക്കുന്നത് എങ്ങനെ. ആ കുട്ടി എഴുതി വെച്ചു: രാത്രിയാകുമ്പോൾ തന്റെ മക്കൾ വിശന്ന് കരയുന്നത് കാണുമ്പോൾ അമീബയ്ക്ക് സഹിക്കാൻ പറ്റില്ല. അമീബ പയ്യെ വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങുന്നു. പുറത്തേക്കിറങ്ങുന്ന അമീബ റോഡ് സൈഡിൽ പതുങ്ങി നിൽക്കുന്നു. അതിനെ വരുന്ന ആളുകളുടെ മുകളിലേക്ക് അമീബ ചാടി വീഴുന്നു. അതിനെ കൊന്ന് അമീബയും കുഞ്ഞുങ്ങളും ഭക്ഷിക്കുന്നു. ഇങ്ങനെയാണ് അമീബ ഇരപിടിക്കുന്നത്. ഇത് ഒരു കുട്ടി എഴുതി വെച്ചാണ്. ഇത് അധ്യാപകര് സാക്ഷ്യപ്പെടുത്തിയുള്ളതാണ്. യെസ്, അതങ്ങനെ. പിന്നെ വേറൊരു ചോദ്യം ഇതായിരുന്നു: സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കുന്നത് എങ്ങനെ. അതൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പൊ സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്നുള്ളതിന് എനിക്ക് ആ ടേംസ് ഓഫ് എഴുതാനും ഞാൻ പറയാണ്. നമ്മൾ ടെസ്റ്റ് കൊടുക്കുന്നു, അതിന് പ്രശ്നിക്കുന്നു, ചൂടാക്കുന്നു, അതൊക്കെ എല്ലാം പറ്റുക. അപ്പൊ ഈ പയ്യന് അതിനെ കുറിച്ച് അറിയാൻ പാടില്ല. അപ്പൊ എങ്കിലും എഴുതി വെച്ചു, ആ ടെസ്റ്റ് കൊടുക്കുന്നു, അതിന് സാധനങ്ങളൊക്കെ എടുക്കുന്നു. എങ്ങനെയാണ്, എന്തിനധികം പറയുന്നു ടീച്ചർ, ഒടുവിൽ സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ചോദ്യം അവസാനിപ്പിക്കുക. ലോക സംസ്കാരത്തിന് അക്ബർ കൊടുത്ത സംഭാവന എന്ന് ഒരു ചോദ്യമായിരുന്നു. കുട്ടി എഴുതി വെച്ചു 19 കൊടുത്ത് കാണുന്നു. ലോക സംസ്കാരത്തിന് അക്ബർ കൊടുത്ത സംഭാവന. വീണ്ടും ഒരു മലയാളത്തിലൊരു ചോദ്യം ഉണ്ടായിരുന്നു. ആ ചോദ്യം ഇതായിരുന്നു: വിഗ്രഹിച്ച് സമാസം പറയുന്ന ചോദ്യം വരാറില്ല. ആ ചോദ്യം വരും. ആ ചോദ്യത്തിന് കുട്ടിയുടേതായ ഒരു കവിത എഴുതി വെച്ചു: തങ്കമണി നിൻ പൊട്ട് കണ്ടാൽ എനിക്ക് വട്ട്, ഒന്നുകിൽ നീ എന്നെ കെട്ട് അല്ലെങ്കിൽ നീ എന്നെ തട്ട്. ഈ അലിട്രേഷൻ കറക്റ്റ് ആയിട്ട് വന്നിട്ടില്ല.
അപ്പൊ അത് കഴിഞ്ഞ് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ആ പേപ്പർ വന്നിട്ടുള്ള സ്കൂളിലെ ടീച്ചറിന്റെ മലയാളം പഠിപ്പിക്കുന്ന ടീച്ചറിന്റെ പേര് തങ്കമണി എന്നാണെന്നും ആ തങ്കമണി ടീച്ചർ വലിയ പൊട്ട് തൊടാറുണ്ടെന്നും ആ പൊട്ടിനെ കൂടെ വിശദീകരിച്ചാണ് കുട്ടി എന്ത് എഴുതിയത്, ഈ കവിത എഴുതിയെന്ന് മനസ്സിലായി. ഓക്കെ, ഇത് പല പരീക്ഷാ പേപ്പറുകളിലും പല കുട്ടികളും നന്നായിട്ട് പഠിച്ച കുട്ടികളെ എഴുതിയിരുന്നില്ല, ഒന്നും പഠിക്കാത്ത കുറെ കുട്ടികളില്ലേ. അവർക്ക് നേരെ കളയണ്ടേ, അവര് ചിലപ്പോൾ വളരെ വിദഗ്ധമായിട്ട് നിൽക്കുന്നത് എഴുതി വെക്കും. ഓക്കെ, നിങ്ങളും ഭാവിയിൽ എപ്പോഴെങ്കിലും ഒക്കെ ടീച്ചറാവാൻ വിധിക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള സംഭവങ്ങൾ കണ്ടെത്താനായിട്ട് സാധിക്കും. ഓക്കെ, ഞാനിപ്പോ നേരത്തെ ശ്രുതി അത് പറഞ്ഞതുകൊണ്ട് സൂചിപ്പിച്ചു പോയെന്ന് പറഞ്ഞോളൂ. ഓക്കെ ശ്രുതി, ഇനി അപ്പൊ ശ്രുതി യുവർ പെർഫോമൻസ് വാസ് വെരി ഗുഡ് ആൻഡ് ജൂബി പെർഫോമൻസ് ആൾസോ വെരി ഗുഡ്. ഇങ്ങനെ വഴിയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ മകനോടും അല്ലെങ്കിൽ മക്കളോടും പറയാം, എടാ ഞാനൊരു 10 ചോദ്യം ചോദിക്കട്ടെ, ജൂബി വെച്ചിട്ട് നീ മറുപടി പറ. അപ്പൊ അവൻ മറുപടി പറയും. എന്നിട്ട് ഇനി എന്നോടൊരു 10 ചോദിച്ചത് ഞാൻ മറുപടി പറയാം. അങ്ങനെ പറയണം. തെറ്റിക്കോട്ടെ, മകനോടാകുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പറയാം, മകളോടാകുമ്പോൾ നീ ചോദിക്കുക ഞാൻ പറയാം. അങ്ങനെ പറയണം. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ പറഞ്ഞ് അങ്ങനെ ശീലമാണ്. ഇത് പറയാതെ നമ്മൾ പഠിക്കില്ല. അപ്പൊ നമുക്ക് പറഞ്ഞ് ശീലമാകാൻ വേണ്ടിയിട്ട് നമ്മളത് പറയുന്നു. ഓക്കെ, ഓരോ കൂടി നമുക്ക് എടുക്കുകയാണ്. വീണ, ആർ യു റെഡി? ഓക്കെ ഓക്കെ. തസ്ലിയ, ഓക്കെ റെഡി. അപ്പൊ ഓക്കെ. അപ്പൊ വീണ, താൻസിയോട് ഡു യു എന്ന് തുടങ്ങുന്ന ഒരു 3 ചോദ്യം ചോദിച്ചേ. ഡു യു വർക്ക് ഇൻ ദ മോർണിംഗ്? ഡു യു വാക്കാണ് ഉദ്ദേശിച്ചത്. WALK? ഓക്കെ. ഡു യു വാക്ക് ഇൻ ദ മോർണിംഗ്? No, never. അത് രാവിലെ നടക്കാറുണ്ടോ എന്നാണ് വീണ ചോദിച്ചത്. നടക്കാറുണ്ടോ തസ്ലിയ? No, sir. അപ്പൊ പറയൂ, നോ, ഐ ഡു നോട്ട് വാക്ക് ഇൻ ദ മോർണിംഗ്. ഓക്കെ. Do you eat non-veg food? Do you eat non-veg? Yes, I like. I like എന്ന് പറയാം, അല്ലെങ്കിൽ ഈറ്റ് നോൺ വെജ് ഫുഡ്. ഈ ചോദിച്ച ചോദ്യത്തിന് അതേ രീതിയിൽ ഉത്തരം പറയാം. ഓക്കെ, പറഞ്ഞോളൂ. പിന്നെ അടുത്ത ചോദ്യം ചോദിച്ചോളൂ. Do you come with my hospital? Come with. I come with. അപ്പൊ ഡു യു കം വിത്ത് വേണ്ട, വിത്ത് മീ അല്ലെ? ഡു യു കം ടു ദ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ടു മൈ ഹോസ്പിറ്റൽ? ഓക്കെ, യെസ്. യെസ്, പറഞ്ഞോളൂ തസ്ലിയ. അതായത് വീണ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടോ വരുന്നുണ്ടോന്നാണ് ചോദിച്ചത്. യെസ് പറയാൻ ഒന്ന് പറയാം. യെസ്. ഓക്കെ. പറഞ്ഞോളൂ. ഇനി തസ്ലിയ 3 ചോദ്യങ്ങളാണ് ചോദിച്ചത്. താൻസിയ ഒരു 3 ചോദ്യം വീണ ചോദിച്ചത്. Do you like listening to music? Yes, I like music. Do you like practicing playing the piano? No, I don't like piano. Yes. Do you like jogging with me? Do you like Jogging with me. Yes, I like jogging and walking. Okay. Do you like to watch movies on weekend? Daily watching movie songs. Yes, Okay. not a weekend but daily. Okay, very good. Okay, Yes. sir. Okay, very good. Okay, Thank very you, good. sir. Okay. Very good. നേരത്തെ വന്ന BDLX. Yes, sir. ഓക്കെ. BDLX റെഡി ആയിട്ട് നിന്നോളൂ. പിന്നെ നമുക്ക് ഒരാളെ കൂടെ വിളിക്കാം. വിഘ്നേഷ്. No. ഓക്കെ. പറയട്ടോ. അഫ്ല, ഞാൻ വരാം.
വിഘ്നേഷ് ആർ യു റെഡി? Yes, sir. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ പറയുന്നത് ഇവിടെ നമ്മൾ പഠിച്ച ഡൂയും എല്ലാം നമ്മൾ വിട്ടേക്കും. ഇതൊന്നും ഞാൻ അതൊക്കെ വിടരുത്, അതെല്ലാം നമ്മൾ നോക്കട്ടെ. വിഘ്നേഷ് ഒരു ഹോട്ടലില് മാനേജറാണ് വിചാരിക്കും. അപ്പൊ അവിടെ ധാരാളം മുറികളുണ്ട്. അപ്പൊ ആ മുറികള് വാടകയ്ക്ക് കൊടുക്കുന്ന മുറി. അപ്പൊ വിഘ്നേഷാണ് അവിടുത്തെ ഹോട്ടലിലെ മാനേജർ. ബിനി അവിടെ ഒരു റൂം വാടകയ്ക്ക് എടുക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്, റൂം റെന്റ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോ വിഘ്നേഷിനോട് ബിനിക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. ബിനിയുടെ വേണ്ടത് ഒരു റൂം വേണം, അതിന്റെ അത്ര വാടകയാവോ എന്ന് ചോദിക്കാം, AC ആണോ എന്ന് ചോദിക്കാം, നോൺ AC ആണോ എന്ന് ചോദിക്കാം, എന്തുണ്ടെങ്കിലും ചോദിക്കാം. ഓക്കെ, അപ്പോ ചോദിച്ചോളൂ. അപ്പൊ നിങ്ങൾ മനസ്സിൽ കാണുക, വിഘ്നേഷ് അവിടെ എഴുന്നേറ്റ് നിൽക്കുന്നു, ബിനി വരുന്നു. യെസ്, ഓരോരുത്തരും ഒബ്സർവ് ചെയ്യണം. എന്നിട്ട് ഇവർക്ക് പറ്റിയ ഫാൾട്ടുകൾ നിങ്ങൾ പറയണം. യെസ്, പറഞ്ഞോളൂ. അപ്പോ ബിനി നടന്ന് കയറി വന്ന് വിഘ്നേഷ് അവിടെ മോള് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ബിനിയിലെ നമുക്ക് മാറ്റിയിട്ട് അഫ്ല സാറേ ഞാനാ ചോദിക്കണ്ടേ? അഫ്ല, നിങ്ങൾക്ക് ഒരു മിനിറ്റ്. അഫ്ല റെഡി? ഓക്കെ സാർ. സിറ്റുവേഷൻ പിടികിട്ടിയല്ലോ. സാറേ അപ്പൊ ഞാൻ ചോദിക്കണം. അപ്പൊ ഇനി എന്റെ കയ്യിൽ പോയി വിഘ്നേഷിനും അഫ്ലക്കും വിട്ടതായിരുന്നു. ഓക്കെ, അഫ്ല വരുന്നു, റൂം റെന്റ് എടുക്കാൻ വേണ്ടി വരുന്നതാണ് അഫ്ല. അവിടെ കാണുന്ന മാനേജറോട് ഇത് തുടങ്ങി ചോദിക്കാം. Sir, I want a room. Yes, you can get a room. Okay, Which room do you want? ഒറ്റ മിനിറ്റ്. ഇവിടെ ഫസ്റ്റിൽ പറ്റിയ ഒരു മിസ്റ്റേക്ക് ആർക്കെങ്കിലും പറയാമോ? നമുക്ക് വന്നു കഴിഞ്ഞപ്പോ തന്നെ വിഘ്നേഷ് അവിടെ റൂം കൊടുക്കാതിരിക്കുന്നതാണ്. വന്നൊരു കസ്റ്റമർ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വിഘ്നേഷ് മാക്സിമം ശ്രദ്ധിക്കും. അപ്പൊ എന്ത് പറയും വരുമ്പത്തിന്? ഗുഡ് മോർണിംഗ് മാഡം അല്ലെ, ഗുഡ് മോർണിംഗ് മാഡം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്വീകരിക്കുള്ളൂ. കാരണം ഈ കസ്റ്റമർ പോകാൻ പാടില്ല. അപ്പൊ വിഘ്നേഷ് വേണമെങ്കിൽ അത് ഞാൻ കയ്യിന്നിട്ടോ എന്ന് നോക്കണ്ട, കയ്യിന്നിട്ട് പോകട്ടെ എന്ന് പറഞ്ഞു. ഗുഡ് മോർണിംഗ് മാഡം പറഞ്ഞേ. ഗുഡ് മോർണിംഗ് മാഡം. അപ്പൊ Do you want to get any help from me? How can I help you? Yes, of course. You can get a help from me. അല്ലേ, നോക്കിയേ സംഗതി നോക്കിയേ. ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു എന്നുള്ളത് ആരാ ചോദിക്കേണ്ടത്? വിഘ്നേഷല്ലേ ചോദിക്കേണ്ടത്? അത് പറഞ്ഞതാ, ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് പറയണമെന്ന് പറഞ്ഞതാ. യെസ്, അത് പറഞ്ഞതാണല്ലേ. ഓക്കെ. യെസ്, പറഞ്ഞോളൂ വിഘ്നേഷ്. ഗുഡ് മോർണിംഗ് Madam, which type of room do you want? AC room or non-AC room? I want AC. AC room. We have all facilities here. AC എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഇനി അഫ്ലക്ക് പറഞ്ഞ് ചോദിക്കല്ലോ റൂമിനെ കുറിച്ച്. അപ്സ്റ്റെയർ ആണോ അതോ ഡൗൺ സ്റ്റെയർ ആണോ, വാടക എത്രയാണോ, സിംഗിൾ ആണോ, ഡബിൾ ആണോ? Facilities you provide. Facilities here are like AC, non. വിഘ്നേഷ് ഇഷ്ടമുള്ളത് പറഞ്ഞോ, ഇത് എല്ലാം നോക്കണ്ട, തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. വിഘ്നേഷ് സ്വയം ഒരു മാനേജറാന്ന് വിചാരിക്കുക. വിഘ്നേഷത്തിന്റെ സ്വന്തം സ്ഥാപനമാണ്. ഇവിടുന്ന് ഒരാള് വന്ന് പോകാൻ പാടില്ല. അത് വിഘ്നേഷത്തിന്റെ മാസം. അതിനുവേണ്ടി എന്ത് ചെയ്യും വിഘ്നേഷ്? The food will be taken to the room on time. Okay. Then Wi-Fi services are available at the room. Wi-Fi services. Wi-Fi എന്ന് പറയാം. Okay, good time Wi-Fi. Okay. Yes. Yeah, 24/7 hours service. 24/7 hours service. അതെ, ഹോട്ട് വാട്ടർ ചോദിക്കാൻ പറയുന്നുണ്ട്. ഓക്കെ. മൂന്നാറ് വിചാരിച്ചോ? യെസ്, കോംപ്ലിമെന്ററി മീൽസ്. ഓരോരുത്തരും വേണ്ടത്. ഇത് ഇപ്പൊ ഇങ്ങനെ വരുമ്പോ TV ഉണ്ടോ, ഫുഡ് കിട്ടോ, അല്ല ഓരോരുത്തരുടെ മനസ്സിലൊരു ഐഡിയ വരണ്ട. ഓക്കെ, നമുക്ക് സഹായിക്കാൻ വേണ്ടിട്ട് ഒരു ചോദ്യം ചോദിച്ചേ വിഘ്നേഷ്.
ആലോചിച്ചോട്ടെ. ജൂബി വിഘ്നേശ്വരോട് ചോദിച്ചു. ചോദിച്ചോളൂ. വിഘ്നേശ്വരോട് ചോദ്യം ചോദിക്കും. Is there any breakfast and any food facilities in here? Yes, madam. What is your menu for breakfast? I want vegetarian foods. Vegetarian food is available here. Vegetable. Which type of vegetarian food do you want? Dosa, idli, sambar. What foods are available here? What is your menu? Dosa, idli, puttu, vada. Idiyappam. വിഘ്നേഷ് കയ്യെന്നിട്ടോ, നോ പ്രോബ്ലം, കയ്യെന്നിട്ടോ. Is there put and kadla in your Yes, hotel? Put and kadla curry is there. Okay. If 24-hour security is there? 24-hour security is here. Yes. Ma'am, you need any juice or cold drinks? Yes, I need fresh juice only. Fresh juice. We have watermelon, pineapple, orange, musambi, then carrot juice. Okay, yeah, I like watermelon juice. Watermelon juice. There are cupboards in your rooms? Yes, there are rooms here. Bathroom attached rooms are there? Yeah, yes, bathroom attached rooms are. Rent എത്രയും ചോദിക്കും പെർ ഡേ. UB. Yes. What is the rent in per day? Rent per day 1,000 per day. വിഘ്നേഷ് തിരിച്ചു ചോദിക്കും എത്ര ദിവസം ഉണ്ടാവും ചോദിക്കും. വേണമെങ്കിൽ how many days you ma'am will stay here? How many days you will stay here? I think 1 week. 1 week. If reduction for 1 week, any cost for 1 day or 1 week, any changes are there in? തെറ്റിക്കോട്ടെ, തെറ്റിനെ ചിന്തിക്കാൻ വേണ്ട. ക്ലിയർ ആയില്ല, ഒന്നുകൂടെ പറയാമോ? If I took for 1 day, it is 1,000. If it is for 1 month, you have any reduction for that rent? Yeah, we have discount. You have discount? Yes. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഇത് സാധ്യത പറഞ്ഞിപ്പോ നമ്മളിത് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല ഒരു ഇതുപോലത്തെ റിയൽ സിറ്റുവേഷനിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. റിയൽ സിറ്റുവേഷൻ നമ്മൾ പറഞ്ഞു തന്നെ പഠിക്കണം. ഒരുപക്ഷെ നമ്മളൊരു എസ് എഴുതാൻ പോലെ നമ്മളൊരു അത് എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിക്കും, ചിന്തിച്ചൊക്കെ ഒപ്പിക്കും. ചില കാര്യങ്ങൾ നമുക്ക് അവർ പറയുന്ന ഉത്തരത്തിൽ നിന്ന് നമുക്ക് പറഞ്ഞ് കയറി ഇങ്ങനെ പോകാൻ പറ്റണം. ഓക്കെ. അപ്പോ വിഘ്നേഷും അഫ്ലയും എന്നോടൊപ്പം തന്നെ ജൂബിയും ഒരു വെരി ഗുഡ് നല്ല പെർഫോമൻസ് ആണ്. ഇതൊക്കെ റെഡി ആയിക്കോളൂ, കറക്റ്റ് ആയിക്കോളൂ. ഗ്രീഷ്മ. യെസ്, ഗ്രീഷ്മ ഈസ് നോട്ട് ദെയർ. അഞ്ജന ശങ്കർ. അഞ്ജന. ഓക്കെ, നേരത്തെ അഫ്ലക്ക് പറയാൻ പറ്റിയില്ല, അപ്പൊ അതുകൊണ്ട് അഫ്ല ചുമ്മാ ചോദിക്കാം, വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ബുക്ക്? മൈ ഫേവറേറ്റ് ബുക്ക് ഈസ് ആൻസർ പറ. ഇഷ്ടമുള്ളത് പറഞ്ഞോ, ഒരെണ്ണം പറഞ്ഞോ.
I do not read books, sir. Okay. Very good. Okay. What is your favorite food item? Favorite Food. food? I like, my favorite food is mandi, sir. Mandi. Oh, yes. Very good. What is your favorite animal? My favorite animal, cat. Cat. Do you have any pet? Yes. How many pets you have? Only one, sir. Only Ponnus. one. Ponnus. Oh, okay. Do you like to cook? Yes, sir. I like. Yes. Very good. Okay. Suppose that you are getting 2 days holidays, where you want to go? I like to go Ooty. Ooty. Why did you like Ooty very much? Ooty climate is very cool Yes. and nature very Yes. beautiful place. Yes. പറഞ്ഞോളൂ എത്തിക്കോട്ടെ പറഞ്ഞോ പിന്നെ ഇനി other reason? It's a beautiful place. So you like to go to Ooty? Yes. Okay, very good. Can you sing? Sing? No, sir. No, you can. I know that you can sing, but you told me that you can't. Okay. What is your favorite show? TV show? What is your favorite TV show? TV show, music program, sir. Music programs. So you know how to sing. Am I right? Am I right? All right, sir. Okay. Then sing 2 lines. No, sir. Very shy. Okay. You will get the time. Okay. What is your favorite drink? Favorite drink? What is your favorite drink? Mango. Mango juice. That is your favorite drink. Yes. Okay. Can you speak in public? Can you speak in public? In English? Oh, in English or in Malayalam, whatever it may be. Can you speak in public? Yes, I like it. I like it. Have you the confidence to speak? Yes. Yes, you have the confidence. Have you ever spoken about any subject? Subject? No, sir. Especially no. No. Okay. Very good. Do you like to exercise every day? I like, but I don't do, sir. Yes, very good. Okay. So you studied physics, maths, biology, all these subjects. Which is your favorite subject? Biology. Why did you like biology most? Biology, study about human body and etc. sir. Okay, so you like biology. Who was your biology teacher? My teacher, Sheena teacher. You love Sheena teacher very much? I think, is it true? Yes, I like her. Only just because of you love to Sheena teacher, you like the subject biology. Am I right? Yes, sir. Yes. Okay. Where did you study? What, sir? Where did you study? Nerimangalam. Kodamangalam. Yes, sir. Yes. Very good. അതൊക്കെ പറയും. LP സ്കൂൾ എവിടെയായിരുന്നു, UP സ്കൂൾ എവിടെയായിരുന്നു, ഹൈസ്കൂൾ എവിടെയായിരുന്നു, +2 എവിടെയായിരുന്നു, കോളേജിൽ പോയിട്ടുണ്ടെങ്കിൽ എവിടെയായിരുന്നു, അങ്ങനെ പറഞ്ഞു വന്ന് താഴെ തുടങ്ങി പറയും. I am studying in LP
Nerimangalam. Yes. LP, UP and high school all in Nerimangalam. Yes. I don't go to college. Yes. +1, +2? I can complete +2 exam. The time Yes. of +2 exam, I got marriage. Yes. Then +2 പഠിച്ചെവിടെയാ? +2 Nerimangalam. Yes. Then after some years, Yes. I do my +2 in open Yes. school last year in Mudikal, Perumbavoor. Okay. Mudigal Perumbavoor, Vanchinadu. Okay. That is humanities Yes. subject. Yes. Didn't get biology. There have only humanities and commerce. Yes. So I choose humanities. Yes. Darren, do you like humanities? Yes, I like histories. Very good. History is a record of past events. Don't read the history, but you be the part of history. ചരിത്രം വായിക്കുക, നിങ്ങൾ ചരിത്രത്തിന്റെ ഒരു ഭാഗമാവുക. ഓക്കെ, അപ്പൊ ഞാനിത് വെറുതെ ചോദിച്ചതാണ്. ഞാനിങ്ങനെ ഓരോ ദിവസം ഓരോരുത്തരുടെ ഇങ്ങനെ ചോദിക്കുന്നതാണ്. നിങ്ങളത് പറയാനായിട്ടുള്ള ഒരു മനസ്സ് കാണിക്കുക. അപ്പൊ ഇതിപ്പോ അഫ്രക്ക് കുറച്ചൊരു കോൺഫിഡൻസ് വരും. കുഴപ്പമില്ലല്ലേ, ഇനിയിപ്പോ അത് പറയാം. അത് മാത്രമാണ് നമുക്ക് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പരീക്ഷ എന്നുള്ളതിനല്ല, നമുക്ക് ഇതിനൊക്കെ പറയാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ടാവുക. അപ്പൊ ഇന്ന് മറ്റു കാര്യങ്ങളെ കടന്നിട്ടില്ല. നമ്മള് ഡുനോട്ടിനെ കുറിച്ച് പറഞ്ഞു. അതിനോടൊപ്പം തന്നെ ഡു ആദ്യം വന്നു കഴിഞ്ഞാൽ അത് ചോദ്യമാക്കുന്ന രീതി, ഇത്രയും മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. സ്ഥിരമായിട്ട് ചെയ്യാത്ത കാര്യത്തെ കുറിച്ച് ഡു നോട്ട്, ആ ഡു ആദ്യം വെച്ച് കഴിഞ്ഞാൽ ചോദ്യമായിട്ട് മാറും. ഇനി ഇത് സിംഗുലർ ഫോമിനെ കുറിച്ച് നമുക്ക് അടുത്ത പ്രാവശ്യം പറയാം. സോ ഓക്കെ, വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ. Okay, then. Okay. Thank you, sir. Thank you, sir. Okay. Thank you, sir. Thank you, sir. Okay.